മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ബലഹീനതകൾ, പോരായ്മകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഒക്കെ വരുമ്പോൾ അവഗണിക്കപ്പെടുന്നു, ഇല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നു എന്നൊക്കെ തോന്നാം. പക്ഷേ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. സങ്കീർത്തന പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുകയാണ്. ആ വാക്യം, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ വേദഭാഗത്തിന് വ്യത്യസ്തമായ അഭിഷേകം എന്ന ടൈറ്റിലോടുകൂടി ഈ വേദഭാഗത്തെ ഒന്ന് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി എപ്പോഴും വ്യത്യസ്ത തലങ്ങളിലാണെന്ന് തിരുവചനം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ടാകാം ഒരുപക്ഷെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് ഇവിടെ പറയാൻ കാരണം. പ്രിയരെ, നാം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ബലഹീനതകൾ, പോരായ്മകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഒക്കെ വരുമ്പോൾ അവഗണിക്കപ്പെടുന്നു, ഇല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നു എന്നൊക്കെ തോന്നാം. പക്ഷേ തിരുവചന ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ബലഹീനരായിരിക്കുന്ന പലരെയും ദൈവത്തിൻ്റെ അഭിഷേകം വീണപ്പോൾ അവിടെ ചരിത്രത്തെ മാറ്റിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. എളിയവരെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തലവാചകം ഇങ്ങനെ കൊടുത്തു, വ്യത്യസ്തമായ അഭിഷേകം. തീർന്നില്ല. സങ്കീർത്തന പുസ്തകം കാണുന്നത് ഇങ്ങനെയാണ്. അവിടെ 23-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അവിടെ ഒരു പ്രൊട്ടക്ഷനാണ് കാണുന്നത്. ആമേൻ. അവിടെ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആടുകൾക്ക് ഇടയൻ നൽകുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. ചില പുൽമേടുകളിലൂടെ ആടുകളെ നയിക്കേണ്ടി വരുമ്പോൾ ചില ഇടങ്ങളിൽ പ്രാണികൾ ഒരുപക്ഷെ ആക്രമിക്കാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഇടയൻ ചെയ്യുന്നത് തൻ്റെ തലയിൽ ഒരു മിശ്രിതം പുരട്ടും. അത് ഒത്തിരി സ്മെല്ലുള്ള, ഇച്ചിരി മണമുള്ള ഒരു മിശ്രിതമാകാം. അതെന്തിനെന്നറിയാമോ? ഈ മിശ്രിതം തലയിൽ പുരട്ടുമ്പോൾ പ്രാണികൾക്ക് ഇതിൻ്റെ സ്മെല്ല് സഹിക്കാതെ വയ്യാതാകുമ്പോൾ അതിനെ വിട്ട് മാറിപ്പോകും. അതുകൊണ്ട് അതില്ലാത്ത പക്ഷം ചിലപ്പോൾ പ്രാണികൾ ഇതിൻ്റെ ചെവിക്കകത്തൂടെ തലയിൽ പ്രവേശിച്ച് ഈ ആടുകൾ ചത്തുപോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചില മേടുകളിലേക്ക്, വയൽ മേടുകളിലേക്ക് ഇടയൻ ആടുകളെ നയിക്കുമ്പോൾ അവിടെ ഇടയൻ ചെയ്യുന്നൊരു പ്രത്യേകതയുണ്ട്. ഇടയൻ ആടുകളുടെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. പ്രിയരെ, 23-ാം സങ്കീർത്തനത്തിൽ അതൊരു രക്ഷിതത്വത്തിൻ്റെ അഭിഷേകമാണെങ്കിൽ, ഇവിടെ കാണുന്ന 45-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ പറയുന്ന വ്യത്യസ്തമായ അഭിഷേകം എന്ന് പറയുന്നത് കൂട്ടുകാരിൽ പരമായി എന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. പ്രിയരെ, നമുക്കറിയാം ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി ഇശായിയുടെ വീട്ടിൽ ശമൂവേൽ പ്രവാചകൻ അഭിഷേക തൈലവുമായി വരുമ്പോൾ ദാവീദ് അവിടെ ഇല്ല, പ്രസന്റ് ടൈമിൽ ഇല്ല. അങ്ങനെയെങ്കിൽ ഈ ശബ്ദ സന്ദേശം ശ്രവിക്കുന്ന സ്നേഹിതരോട് പറയാം, സ്തോത്രം, നിന്റെ മേൽ വീഴേണ്ട അഭിഷേകം മറ്റുള്ളവന്റെ തലയിൽ ഒഴിക്കുവാനുള്ളതല്ല ദൈവത്തിൻ്റെ പദ്ധതി വ്യത്യസ്തമാണ്. ദാവീദ് ഇല്ല എങ്കിലും ആളയച്ചു വിളിപ്പിച്ച് ശമൂവേൽ ദാവീദിനെ തന്നെ അഭിഷേകം ചെയ്യുന്നു. എൻ്റെ വാക്ക് കൺക്ലൂഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വ്യത്യസ്ത അഭിഷേകം ഇന്നിൻ്റെ തലത്തിൽ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് സംരക്ഷണം നൽകുന്ന അഭിഷേകത്തിനായി, കൂട്ടുകാരിൽ പരമായിട്ടുള്ള അഭിഷേകത്തിനായി നമുക്ക് കൊതിക്കാം. കർത്താവേ, എന്നെ അഭിഷേകം ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.